ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്ക് റമദാൻ ആശംസകൾ നേർന്ന് ഒമാൻ സുൽത്താൻ. സാമൂഹിക സുരക്ഷാ പദ്ധതി ഗ്രാന്റ് വിതരണം ആരംഭിച്ചു. റമദാനിൽ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കി അധികൃതർ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ആശംസാ സന്ദേശങ്ങൾ കൈമാറി. വിശുദ്ധ മാസമായ റമദാൻ സമസ്ത ഇസ്ലാമിക ജനതയ്ക്കും നന്മയും അനുഗ്രഹവും നിറഞ്ഞതാകട്ടെ എന്ന് മുസ്ലിം ലോകത്തെ രാജാക്കന്മാർ, രാഷ്ട്രപതികൾ, അമീറുമാർ എന്നിവർക്കയച്ച സന്ദേശങ്ങളിൽ സുൽത്താൻ പ്രാർത്ഥിച്ചു. ഈ പുണ്യകാലഘട്ടത്തിൽ വിശ്വാസികളുടെ നോമ്പും നമസ്കാരങ്ങളും സൽപ്രവർത്തികളും സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. റമദാൻ പ്രമാണിച്ച് സ്വദേശികൾക്കും പ്രവാസികൾക്കും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസ നേർന്നു. അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതാക്കൾ ഒമാൻ സുൽത്താനും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ നേർന്നു. റമദാൻ മാസത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് സുൽത്താന്റെ റമദാൻ ഗ്രാന്റ് വിതരണം ആരംഭിച്ചതായി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്ത അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക നിക്ഷേപിക്കുക. സാമൂഹിക ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യക്കാരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റമദാനിൽ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയാനും വിപണിയിൽ അവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും നടപടിയുമായി അധികൃതർ. റമദാൻ ആരംഭത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. മാസം മുഴുവൻ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യവും താങ്ങാനാവുന്നതുമാണെന്ന് ഉറപ്പാക്കാൻ വിവിധ പങ്കാളികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പഴം, പച്ചക്കറികൾ പോലുള്ള അവശ്യവസ്തുക്കളുടെ ആവശ്യകതയിൽ വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശികവും ഇറക്കുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കാൻ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് സെൻട്രൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് അധികൃതർ പറഞ്ഞു. ചെറുതും വലുതുമായ ഷോപ്പിംഗ് സെന്ററുകളിൽ വില കൃത്രിമത്വം തടയുന്നതിനും ഭക്ഷണ വിലകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും ഊർജിതമാക്കിയിട്ടുണ്ട്. തെറ്റായ പരസ്യങ്ങളാൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലെന്നുറപ്പാക്കാൻ അതോറിറ്റി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. കൂടാതെ താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് CPI റമദാൻ ബാസ്ക്കറ്റ് സംരംഭം ആരംഭിച്ചു. ഈ പുണ്യമാസത്തിൽ കുടുംബങ്ങളിൽ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഭക്ഷണ കിറ്റുകൾ നൽകുന്നു. റമദാനിൽ ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യവും ഉറപ്പാക്കുന്നതിന് വിവിധ ഗവർണറേറ്റുകളിൽ നഗരസഭകൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളിലും മറ്റു വാണിജ്യ കേന്ദ്രങ്ങളിലും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ വിലയിരുത്തി വരികയാണ്. അംഗീകൃത ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കും. 2025-26 അധ്യയന വർഷത്തിലെ ഒമാനിലെ അധ്യാപക ദിന അവധി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 26-ന് ഒമാനിലെ എല്ലാ സർക്കാർ, സ്വകാര്യ സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.